എല്ലാം നന്ദിയോട് സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ ഞങ്ങൾ
വിളിച്ച് ക്രമീകരിച്ചതും നന്ദിയോട് സ്നേഹിക്കുന്നു. എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ഔദ്യോഗികമില്ലാത്തതൊന്നും സഭയിൽ അത് സമൂഹമാണ്. സമൂഹം ലോകത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകും. പക്ഷേ ഔദ്യോഗികം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. വെച്ച് ശബ്ദം കേട്ടെങ്കിലും വേഗമോഷയിലേക്ക് വരാൻ അവന് പ്രത്യേക കൽപ്പനയുണ്ടായിരുന്ന പ്രവൃത്തികൾ 22-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അങ്ങനെ ഞാൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധിയിലായി. ആ വിശുദ്ധ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസമായിരുന്നു. അതിൽ നിന്നാണ് അവൻ പഠിച്ചതും എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചതും. അതിന്റെ തുടക്കം അവിടെയായിരുന്നു എന്ന് ഓർക്കാം. ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധ സഭയുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പ്രത്യേകിച്ച് മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്ന മലനാട് മർക്കോസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്